ട്യൂബർക്ലോസിസ്. നമ്മളെല്ലാവരും ഒരുപാട് കേട്ടിട്ടുള്ള അസുഖങ്ങളിലൊന്നാണ് ട്യൂബർക്ലോസിസ്. അതായത് ട്യൂബർക്ലോസിസ് എന്ന് പറയുന്നത് ഒരു ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷനാണ്. ഡ്രോപ്ലെറ്റ് എയർബോൺ ഇൻഫെക്ഷനാണ്. അതായത് ഈ അതിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് ആക്റ്റീവായ ഒരു പേഴ്സണിൽ നിന്ന് അല്ലെങ്കിൽ ആക്റ്റീവായ ഒരു വ്യക്തിയിൽ നിന്ന് അയാളുടെ ഡ്രോപ്ലെറ്റിലൂടെ, അതായത് തുപ്പലിലൂടെ ഈ ഇൻഫെക്ഷൻ പുറത്തേക്ക് വരും. അപ്പം അത് എവിടെയൊക്കെ ചെന്ന് സ്പ്രെഡ് ആവുന്നോ അവർക്കെല്ലാം ഈ ട്യൂബർക്ലോസിസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചിലരുടെ ബോഡിയിൽ അത് വളരെ പ്രകടമായിരിക്കും, ആക്റ്റീവ് സ്റ്റേജിലായിരിക്കും. ചിലരിൽ ഡോർമന്റ് സ്റ്റേജിലായിരിക്കും. ഈ ഡോർമന്റ് സ്റ്റേജിലായിരിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ അപകടകരമായ ഒരു സംഭവമാണ്. കാരണം അസുഖത്തിന്റെ ലക്ഷണങ്ങളോ സൈൻസ് ആൻഡ് സിംറ്റംസോ ബോഡിയിലില്ല. പക്ഷേ എന്തെങ്കിലും ഇമ്മ്യൂണിറ്റി കുറയുമ്പോൾ, അതായത് ഇമ്മ്യൂണോ സപ്രസന്റീവ് മെഡിസിൻസ് എടുക്കുന്നുണ്ടെങ്കിൽ, HIV പേഷ്യന്റ്, അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ഇമ്മ്യൂണിറ്റിക്ക് എന്തെങ്കിലും ഒരു കുറവ് വന്നു കഴിഞ്ഞാൽ ഈ ലേറ്റന്റ് സ്റ്റേജ് എന്നാണ് എന്ന് പറയുന്നത്. അപ്പം ഇൻഫെക്ഷൻ ചാടിയിരിക്കും. അപ്പം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുള്ള സംഭവമാണിത്. മെയിനായിട്ട് ഈ ട്യൂബർക്ലോസിസ് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ മൈക്രോ ബാക്ടീരിയൻ ട്യൂബർക്കുലൈ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയാണ്. അപ്പം അത് ഒരു എയർബോൺ ഡിസീസാണ്, നമുക്കറിയാലോ, പറഞ്ഞാൽ. അപ്പം ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ഇത് പൾമണറി TB ആണ് നമ്മൾ കൂടുതൽ കേട്ടിട്ടുള്ളത്. അതിനാണ് കൂടുതൽ ലക്ഷണങ്ങളും അതിന്റെ അടയാളങ്ങളും പുറത്തേക്ക് കൊണ്ടുവരുന്നത്. പക്ഷെ അതുകൂടാതെ ട്യൂബർക്ലോസിസ് ഓഫ് ബോൺ, ട്യൂബർക്ലോസിസ് ഓഫ് സ്പ്ലെയിൻ, ട്യൂബർക്ലോസിസ് ഓഫ് കിഡ്നി, ട്യൂബർക്ലോസിസ് ഓഫ് ലിവർ, ബ്രെയിൻ, ഇങ്ങനെ മൾട്ടി ഓർഗൻസിനെ ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിലൊന്നും സ്പ്രെഡിങ് റേറ്റ് ഇത്ര കൂടുതലല്ല. ട്യൂബർക്ലോസിസിൽ പൾമണറി ട്യൂബർക്ലോസിസ് ആണ് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത്. കാരണം സ്പ്രെഡിങ് റേറ്റ് കൂടുതലാണ്, പലർക്കും ഇത് പെട്ടെന്ന് പകരുകയും ചെയ്യും. അപ്പം ആക്റ്റീവ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്റ്റീവ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ട്യൂബർക്ലോസിസിന്റെ ലക്ഷണങ്ങളായ, അതായത് സാധാരണ ട്യൂബർക്ലോസിസ് ഉള്ള ഒരു പേഷ്യന്റിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ലക്ഷണങ്ങളാണ് ആക്റ്റീവ് സ്റ്റേജിലായിരിക്കും അതുണ്ടായിരിക്കുന്നത്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ ലോ ഫീവർ ആണ്. നമുക്കെല്ലാം അറിയാം, കൂടുതലായിട്ട് ഒരു ഇൻഫെക്ഷൻ ബോഡിയിൽ എത്തുമ്പം അപ്പോഴേ പനി ഉണ്ടാവും. പക്ഷെ ഇത് പനിയുടെ പ്രത്യേകത എന്താണ്? ലോ ഗ്രേഡ് ഫീവർ ആണ്. പക്ഷെ ചില്ലുണ്ടാവും, നമുക്ക് ഷിവറിങ് ഉണ്ടാവും. പക്ഷെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ടത് ഇത് നൈറ്റ് ഫീവർ ആണ്. രാത്രിയിലാണ് പേഷ്യന്റിന് കൂടുതലായിട്ട് പനി ഉണ്ടാകുന്നത്. ഒപ്പം നൈറ്റ് സ്വെറ്റിംഗ് ഉണ്ടാവും. രാത്രിയിൽ ആള് ഒരുപാട് വേർക്കും. മനസ്സിലായോ? ഉറക്കത്തിൽ പനിയുടെ ലക്ഷണങ്ങൾ കാണിക്കും, വേർക്കും. ഇതാണ് ഇതിന്റെ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലാസിക്കൽ സയൻസ് എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമതാണ്, നമുക്കറിയാലോ, ലങ്സിലേക്കാണ് ഇത് പോകുന്നത്. ഇപ്പൊ ലങ്സിന്റെ സ്വാഭാവികമായ ഇറിറ്റേഷൻ എന്ന് പറയുന്നത് പെർസിസ്റ്റന്റ് ആയ പ്രൊഡക്റ്റീവ് കഫാണ്. നല്ല സ്പ്യൂട്ടം പുറത്തേക്ക് വരുന്ന പെർസിസ്റ്റന്റ് ആയ കുത്തിയുള്ള സമയമായിരിക്കാം. അങ്ങനെ ചുമയ്ക്കുമ്പോൾ എന്നാ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതിനകത്ത് ബ്ലഡും കാണും. അതായത് ഇൻഫെക്ഷന്റെ ഭാഗമായിട്ട് ലങ്സിലെ ഞരമ്പുകളെല്ലാം പൊട്ടി അവിടെ നിന്ന് ബ്ലീഡിങ് ഉണ്ടായി അത് ലങ്സിനെ അഫക്റ്റ് ചെയ്യുന്നതിന്റെ ലക്ഷണമാണ്. ബ്ലഡോട് കൂടിയായിരിക്കും ചിലപ്പം പേഷ്യന്റ് ചുമക്കുന്നത്. അതായത് ഹിമോറ്റൈസിസ് എന്നാണ് അതിന് പറയുന്നത്, ബ്ലഡ് ഇൻ ദ സ്പ്യൂട്ടം. പിന്നെ അടുത്ത സംഭവമാണ്, ഇത്രയും ചുമക്കുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ട് ചെസ്റ്റിന് ടൈറ്റ്നെസ്സും ചെസ്റ്റ് പെയിനും ഉണ്ടാവും. കാരണം ഏറ്റവും കൂടുതലാണ് ചുമ. അപ്പൊ ചെസ്റ്റിന് ടൈറ്റ് ആവും. ചെസ്റ്റിന് ചുമക്കാൻ തന്നെ അറിയാലോ, കുറച്ച് കഴിയുമ്പോൾ പെയിൻ ഉണ്ടാവും. പിന്നെ അതിന്റെ വേറൊരു ലക്ഷണമാണ് ഭയങ്കര ക്ഷീണമാണ്. കാരണം ഒരു ചെറിയ പണി പോലും ആൾക്ക് ചെയ്യാൻ മേലാത്ത രീതിയിൽ ആളങ്ങ് ടയേർഡാവും. പെട്ടെന്ന് വെയിറ്റ് അങ്ങ് കുറഞ്ഞു പോകും. ഭയങ്കരമായിട്ട് വെയിറ്റ് അങ്ങ് കുറഞ്ഞു പോകും. പിന്നെ ഒന്നും കഴിക്കാനും പറ്റത്തില്ല. കഴിക്കണമെന്നൊരു ആഗ്രഹവും ഇല്ല, കഴിക്കാനൊരു താല്പര്യവും ഇല്ല. ഇതാണ് ഇതിന്റെ ആക്റ്റീവ് ട്യൂബർക്ലോസിസിന്റെ ലക്ഷണങ്ങൾ. ഈ ആക്റ്റീവ് ട്യൂബർക്ലോസിസ് എന്ന് പറഞ്ഞാൽ ഈ ലക്ഷണങ്ങൾ കാണിക്കണം. ഒപ്പം ഈ പേഷ്യന്റിന്റെ മോണ്ടക്സ് ടെസ്റ്റ്, മാൻഡക്സ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇതിന്റെ പ്രൈമറി ടെസ്റ്റ് ആണ്. അത് പോസിറ്റീവ് ആയിരിക്കണം. അതെന്താന്ന് പറഞ്ഞുതരാം. ഒപ്പം സ്പ്യൂട്ടമാണ് ഇതിന്റെ എല്ലാം ഒരു ക്ലാസിക്കൽ അല്ലെങ്കിൽ ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ഐഡന്റിഫിക്കേഷൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. സ്പ്യൂട്ടത്തിൽ ആസിഡ് ഫാസ്റ്റ് ബേസിലി സ്പ്യൂട്ടം കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റി ചെയ്യുമ്പോൾ ട്യൂബർക്ലോസിസ് ആസിഡ് ആൻഡ് ഫാസ്റ്റ് ബേസിലി പ്രസന്റ് ആണെങ്കിൽ ആസിഡ് ആൻഡ് ഫാസ്റ്റ് ബേസ് ടെസ്റ്റ് ആണ് നടത്തുന്നത്. പോസിറ്റീവ് ആണെങ്കിൽ അയാൾ ആക്റ്റീവ് സ്റ്റേജിലാണ്, ഏതൊരു സ്റ്റേജിലാണെങ്കിലും. അപ്പം സ്പ്യൂട്ടം പോസിറ്റീവ് ആണ്, മോണ്ടക്സ് ടെസ്റ്റ് പോസിറ്റീവ് ആണ്,
സൈൻസ് ആൻഡ് സിൻഡ്രോം പോസിറ്റീവ്. ഇതാണ് ആക്റ്റീവ് സ്റ്റേജ്. ഈ ആക്റ്റീവ് സ്റ്റേജിലുള്ള ആള് രോഗം മറ്റുള്ളവർക്ക് പകർത്തും. അതാണ് പ്രത്യേകത. പിന്നെ രണ്ടാമതാണ് ലേറ്റന്റ് സ്റ്റേജ്. ലേറ്റന്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഉറങ്ങിക്കിടക്കുക. അതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ ഈ ക്ലാസിക്കൽ സയൻസ് ഒന്നും ഉണ്ടാകത്തില്ല. മനസ്സിലായോ? സ്പ്യൂട്ടം നോക്കിക്കഴിഞ്ഞാൽ സ്പ്യൂട്ടവും പോസിറ്റീവ് അല്ല. അപ്പം എന്താ പ്രത്യേകത? അയാൾ രോഗം പരത്തത്തില്ല. കാരണം സയൻസും ഇല്ല, സ്പ്യൂട്ടവും പോസിറ്റീവ് അല്ല. പിന്നെ മോണ്ടക്സ് ടെസ്റ്റ് പോസിറ്റീവ് ആയിരിക്കും. മോണ്ടക്സ് ടെസ്റ്റ് പോസിറ്റീവ് ആയിരിക്കും. മോണ്ടക്സ് ടെസ്റ്റ് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലേറ്റന്റ് സ്റ്റേജ് ആണ്. പക്ഷെ അയാൾക്ക് ഒരു പ്രശ്നമുണ്ട്, എപ്പോഴെങ്കിലും ഇമ്മ്യൂണിറ്റി താണാൽ അപ്പം കയറി അടിക്കും. ഇതാണ് ഇതിന്റെ സംഭവം. ഇനി ഇതിന്റെ ഡയഗ്നോസിസ് ടെസ്റ്റ് ആണ്. എങ്ങനെയൊക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? അതായത് മാണ്ടക്സ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ പ്യൂരിഫൈഡ് പ്രോട്ടീൻ ഡെറൈവേറ്റീവ് അത് 0.1 ml നമ്മുടെ കയ്യിൽ പാമിലേക്ക് ഇഞ്ചക്ട് ചെയ്യുക. ഇവിടെ എവിടെയെങ്കിലും ഇഞ്ചക്ട് ചെയ്തിട്ട് ഒരു 48 to 72 hours വെയിറ്റ് ചെയ്യും. അപ്പം അതിന്റെ ഒരു വീൽ സ്ട്രക്ചർ അല്ല ഇൻഡ്യൂറേഷൻ എന്ന് പറയുന്ന സംഭവം ഇങ്ങനെ വീൽ പോലെ പൊങ്ങി വരും. അപ്പൊ ഇത് എന്തോരം വളർന്നു പൊങ്ങി എന്നതിനനുസരിച്ചാണ് ഇത് മോണ്ടക്സ് ടെസ്റ്റ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് പറയുന്നത്. അതായത് ഒരു ഇമ്മ്യൂണോ സപ്രസന്റ് ഒരു സാധാരണ ഒരു പേഷ്യന്റ് 10 ആണെങ്കിൽ ഒരു 10ഓളം മില്ലിമീറ്റർ വ്യാസം വൃത്തം ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കുന്ന അയാൾക്ക് ട്യൂബർക്ലോസിന്റെ ലക്ഷണങ്ങൾ ഉള്ളിലുണ്ട്. മനസ്സിലായോ? അത് അയാൾ വന്നിരിക്കുന്ന ഒന്നല്ലേ ട്യൂബർക്ലോസിസ് ഉള്ള രാജ്യത്തിൽ നിന്നാണോ, അല്ലെങ്കിൽ ട്യൂബർക്ലോസിസ് അസുഖമുള്ള ഒരു വാർഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, അല്ലെ മൈക്രോബയോളജി ലാബിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഇവിടെ നിന്നൊക്കെയോ സാഹചര്യങ്ങളിൽ നിന്ന് പുള്ളിയുടെ ബോഡിയിൽ ട്യൂബർക്ലോസിന്റെ അണുക്കളുണ്ട്. മനസ്സിലായോ? ഇനി ഇമ്മ്യൂണോ സപ്രസന്റ് പേഷ്യന്റ് ആണെങ്കിൽ, ഇമ്മ്യൂണിറ്റി ഒക്കെ കുറഞ്ഞ ഒരു പേഷ്യന്റ് ആണെങ്കിൽ ഇത് ഈ ഇൻഡ്യൂറേഷൻ 5 ആണെങ്കിലും അയാളെ കൺസിഡർ ചെയ്യുന്നത് ട്യൂബർക്ലോസിന്റെ അണുക്കൾ ഉള്ളിലുള്ള വ്യക്തിയായിട്ടാണ്. പിന്നെ 15 ആണ്, ഇൻഡ്യൂറേഷൻ 15 ആണെങ്കിൽ പുള്ളി ആക്റ്റീവ് TB ആണ്, ട്യൂബർക്ലോസിസ് ആണ്. മനസ്സിലായി? അയാൾക്ക് സിംറ്റം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നുമല്ല, അയാൾ ആക്റ്റീവ് സ്റ്റേജിലാണ്, പുള്ളിക്കിന്റെ ബോഡിയിൽ അണുക്കളുണ്ട്. അതാണ് ഈ സ്പ്യൂട്ടം, ഈ മോണ്ടക്സ് പ്രൈമറി ടെസ്റ്റ്. ഇത് പ്രൈമറി ടെസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ ഇത് BCG എടുത്ത പേഷ്യന്റിൽ, അല്ലെങ്കിൽ BCGയുടെ സെക്കൻഡ് ഡോസ് എടുത്ത പേഷ്യന്റിൽ, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം TB വന്ന പേഷ്യന്റ്, ഇവർക്കെല്ലാം ഇത് മോണ്ടക്സ് പോസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ടാണ് ഒരു പ്രൈമറി ടെസ്റ്റിന്റെ ഉള്ളത്. ഒരു പ്രിലിമിനറി ടെസ്റ്റ്, കൺഫർമേഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്പ്യൂട്ടം ടെസ്റ്റ് ആണ്. പിന്നെ ചെസ്റ്റ് എക്സ്റേ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ മൾട്ടി നോഡുലാർ ഇൻഫിൽട്രേറ്റ് കാൽസിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥ. അതായത് ചെറിയ തുള പോലെ കാൽസിഫൈഡ് ആയിട്ട് മൾട്ടി നോഡുലാർ ഇൻഫിൽട്രേറ്റ് നമ്മുടെ ലെൻസിൽ എക്സ്റേയിൽ വിസിബിൾ ആവും. പിന്നെ ക്വാണ്ടിഫെറോൺ TB എന്ന് പറയുന്നതാണ്. ക്വാണ്ടിഫെറോൺ TB ട്യൂബർക്ലോസിസ് ബാസിലസ് എന്ന് പറയുന്നതാണ് ഇതിന്റെ ഗോൾഡ് ടെസ്റ്റ് എന്ന് പറയപ്പെടുന്നത്. പിന്നെ ഇന്റർഫെറോൺ ഗാമ റിലീസ് അസൈ എന്ന് പറയുന്ന ടെസ്റ്റ് നടത്താറുണ്ട്. പിന്നെ എലിസ ടെസ്റ്റ്, അതായത് എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബന്റ് അസൈ എന്ന് പറയും. എൽസ ടെസ്റ്റ് ഇതൊരു 24 അവറിനുള്ളിൽ പെട്ടെന്ന് അതിന്റെ റിസൾട്ട് വരുന്നതാണ്. അതുകൊണ്ടാണ് ഇത് എപ്പോഴും കൂടുതലായിട്ടും ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. പക്ഷെ ഇതിന്റെ കൺഫർമേറ്ററി ടെസ്റ്റ് എന്ന് പറയുന്നത് സ്പ്യൂട്ടം ടെസ്റ്റ് തന്നെയാണ്. ഇനി ഇത് വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം ട്രീറ്റ്മെന്റ് ആണ് നമുക്കറിയാം. ഇതിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് ഫസ്റ്റ് ലൈൻ മെഡിക്കേഷൻ എന്ന് പറയുന്നത് ഐസോനിയാസൈഡും റിഫാംബസിനും എതാംബ്യൂട്ടോളും പൈറക്സിനാമൈഡുമാണ് ഇതിന്റെ മെയിൻ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഐസോനൈസൈഡ് എന്ന് പറയുന്ന ടാബ്ലറ്റ് ഇതാണ് ബാക്ടീരിയ കില്ല് ചെയ്യുന്ന സംഭവമാണ്. പക്ഷെ ഇത് തന്നെയല്ല കൊടുക്കുന്നത്, ഇതിന്റെ കൂടെ റിഫാംബൈസിനും ചിലപ്പോൾ കാണും. അതായത് ഇത് മൈക്രോ ഓർഗാനിസത്തിന്റെ വളർച്ചയെ കുറയ്ക്കുകയാണ്. അതുകൊണ്ട് ഇത് മൾട്ടി ഡ്രഗ് ആണ്, പല ഡ്രഗുകൾ കൂട്ടിയാണ് ഇതിന്റെ മെഡിസിൻ തയ്യാറാക്കുന്നത്. ഇതാംബ്യൂട്ടോൾ ഇതും മൈക്രോ ഓർഗാനിസത്തിന്റെ വളർച്ചയെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ക്രോസിന ഫൈറസിന
മൈഡ് എന്ന് പറയുന്നതും അത് തന്നെ ചെയ്യുന്നത്. പിന്നെ സ്റ്റെപ്റ്റോമൈസിൻ എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ലൈൻ ഓഫ് ആന്റിബയോട്ടിക്കാണ്. ഫസ്റ്റ് ലൈൻ അല്ല, സെക്കൻഡ് ലൈൻ. ഇതാണ് ഇതിന്റെ ഒരു ട്രീറ്റ്മെന്റ്. പിന്നെ ഇതുള്ള പേഷ്യന്റിലാണ്, അതായത് പേഷ്യന്റ് ആക്റ്റീവ് സ്റ്റേജിലായാൽ ഒരു 6 തൊട്ട് 9 മാസം വരെ, 9 ആഴ്ച വരെ പേഷ്യന്റ് മെഡിസിൻ കൃത്യമായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സ്പ്രെഡിങ് ചാൻസ് അങ്ങ് കുറയും. പിന്നെ ഇമ്മ്യൂണോ സപ്രസന്റ് പേഷ്യന്റ് ആണെങ്കിൽ ഒരു 12 ആഴ്ച വരെ, ഒരു 3 മാസം വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും, എന്നാലേ അതിന്റെ സപ്രസ് ആകാൻ സാധ്യതയുള്ളൂ. സാധാരണ ഗതിക്ക് 2 തൊട്ട് 3 ആഴ്ച വരെ മെഡിസിൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്പ്രെഡിങ് ചാൻസ് കുറയേണ്ടതാണ്. പിന്നെ മൾട്ടി ഡ്രഗ് റെജിമൻ എന്തിനാണ് പാലിക്കുന്നത്? ഇതിന് മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു സംഭവം ഇതിനുണ്ട്. അതായത് ഈ ഓർഗാനിസത്തെ കൊല്ലുകയും വേണം, ഒപ്പം ഈ ഓർഗാനിസം എങ്ങാനും ഇതിനെ അതിജീവിച്ച മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻസ്, അതായത് ഈ ഡ്രഗിനെ മുഴുവൻ അതിജീവിക്കാനുള്ള കഴിവ് ഈ ഓർഗാനിസത്തിന് ഉണ്ടായാൽ ഈ പേഷ്യന്റിനെ ഒരിക്കലും രക്ഷിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇതിനൊരു പ്രത്യേക തെറാപ്പി ഉണ്ട്, ഡോപ്റ്റ് തെറാപ്പി എന്ന് പറയും. അതായത് ഒരു 6 മാസത്തോളം അല്ലെങ്കിൽ ഒരു 6 മാസം വരെ ഒരു ഡയറക്റ്റ് ഒബ്സർവേഷനിൽ മെഡിസിൻ കൊടുക്കുന്ന ഒരു പരിപാടി ചിലപ്പോൾ ചെയ്യാറുണ്ട്. അതെന്തിനാ ചെയ്യണമെന്ന് പറയുന്ന ഇത് കൺഫേം ചെയ്യാൻ ഈ മെഡിസിൻ മിസ്സാവുന്നില്ലെന്ന്. കാരണം മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് ട്യൂബർക്ലോസിസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് ഈ ഡ്രഗ് ഒന്നും മേക്കാത്ത അവസ്ഥ. അങ്ങനെ ഒരു ട്യൂബർക്ലോസിസ് വന്നു കഴിഞ്ഞാൽ ഈ പേഷ്യന്റിനെ രക്ഷിച്ചെടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇതാണ് പൊതുവെ നമ്മുടെ ട്യൂബർക്ലോസിനെ കുറിച്ചുള്ള ഒരു അറിവെന്ന് പറയുന്നത്.